ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇത് എൻ്റെ ചാനലിലെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇന്ന് പെരുന്നാളാണ്, അപ്പോൾ ഈദായിട്ട് തന്നെ ഫസ്റ്റ് വ്ളോഗ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് തുടങ്ങാം. ഞങ്ങളിത് ഇപ്പം മാളിലാണ് വന്നിരിക്കുന്നത്. നമ്മളെന്തോ മേടിക്കാനാണ് മാളിൽ വന്ന്? ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാണ് ഗൈസ്. പുറകിൽ 2 ഇൻട്രോവേർട്ടുകൾ നിൽപ്പുണ്ട് ഗൈസ്. അതെ ഗൈസ്, എന്ത് ചെയ്യാനാ? തീർത്ത ഇങ്ങോട്ട് വന്നത് തീർക്കാം. ഇതാണ് തീർത്ത ഇൻട്രോവേർട്ടാണ് ഗൈസ്. തീർത്ത ഹായ് പറഞ്ഞേ. ഇസ്മ ഹായ് പറ വ്ളോഗിന്. ഈദ് മുബാറക്. അതന്നെ, ഈദ് മുബാറക് ഗൈസ്. അപ്പം ഞങ്ങൾ ദേ ഇപ്പോൾ ഉള്ളത് ഫോറമാളിലാണ്. നമ്മൾ എന്തിനാ മാളി വന്നത്? ജസ്റ്റ് വെറുതെ ഒന്നാണ് നൗഷാനെ എത്തിയ ഒന്നാണ് ഐസ്ക്രീം മേടിച്ചു. അതാണ്ട് നെഫ്ല മേടിച്ചു തന്നെയാണ് ഗൈസ്. എനിക്ക് ഐസ്ക്രീം എന്ന് പറയാൻ പറഞ്ഞു. അപ്പം നമുക്ക് എല്ലാവർക്കും ഞാൻ മേടിച്ചു ഗൈസ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറയുമ്പോൾ അതെ അതിൻ്റെ ഒരു വിഷമം ഉണ്ട് ഞങ്ങൾക്ക്. എന്നാലും സാരമില്ല, പഠിക്കാനായോണ്ട്. ഗൈസ്, ഇൻട്രോവേർട്ടുകളെ കാണിക്കാം ഒരു മിനിറ്റ്. ഇതാണ് ഇൻട്രോവേർട്ടുകൾ. നിസ്മ, തീർത്ത കണ്ടോ? തിരിയാത്തുണ്ട് ഗൈസ്. വ്ളോഗിൽ വരുമെന്ന് പേടിച്ചിട്ടാണ് തിരിയാത്ത. പക്ഷെ ഇത് ഉറപ്പായിട്ട് ഈ വ്ളോഗിൽ ഞാൻ ഗൈസ് കണ്ടോ ഗൈസ്. ആ കൊച്ച് അവിടെ നിന്ന് അതിൻ്റെ അമ്മ കയറിപ്പോയി. അപ്പം തീർത്ത ഒരു പുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. പക്ഷെ ആ കൊച്ച് തീർത്ത വിളിച്ചിട്ട് ചെന്നില്ല ഗൈസ്. തീർത്ത പേടിയായിപ്പോയി. കണ്ടോ ഗൈസ്, അവരാരും വിളിച്ചിട്ട് ചെല്ലുന്നില്ല ഗൈസ്. ഇതാണ്ട് അവരുടെ അമ്മ വന്ന് വിളിച്ചു ഗൈസ്. ദേ പോയി, പുണ്യപ്രവൃത്തി ചെയ്യാൻ പോയ ആളാണ് തിരിച്ചത് വന്നിരിക്കുന്നുണ്ടില്ലേ. മേത്ത് മൊത്തം ആക്കി വരുത്തി, ഇതുപോലും തിന്നറിയാതെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ദേ ഫോറം മാളിന്ന് വെളിയിൽ ഇറങ്ങാൻ പോകുന്നു. ഗൈസ്, ഇന്ന് എന്താ ഇവിടെ ആയതുകൊണ്ട് ഒരു ഭയങ്കര ഒരു വിഷമം. നോമ്പല്ല ഇത്, ചുണ്ടൊക്കെ പൊട്ടി. അതല്ല ഗൈസ്, ഇവിടെ ആയതുകൊണ്ട് മംഗലാപുരത്തായതുകൊണ്ട് ഒരു വിഷമം. പെരുന്നാളിന് എല്ലാ പ്രാവശ്യവും വീട്ടിലായിട്ട് ഇന്നിങ്ങോട്ട് മാറിയപ്പം എന്തോ ഒരു ഫീലിങ്ങല്ലോ. അപ്പം ഞങ്ങൾ ഫുഡ് തപ്പി നടക്കുവാണ്. അപ്പം കാണാം. ഞങ്ങൾ അങ്ങനെ ഫുഡ് തപ്പി നടക്കുവാണ്. ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഷോപ്പ് എല്ലാം അവധി. അപ്പം ഞങ്ങൾ വിചാരിച്ച് പോകാത്തതിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല പ്രീ ബുക്ക് ചെയ്യണമെന്നുള്ള കാര്യം. ടീമാണ്. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ വന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങാമെന്നും പറഞ്ഞ്. ഞങ്ങൾക്ക് ഫുഡ് കോർട്ടിൽ നിന്നും ഫുഡ് കിട്ടിയില്ല. അവിടെയും നല്ല ഷോപ്പുകളൊക്കെ ക്ലോസാണ്. അവിടെ ചെറിയ സ്റ്റോളുകളുണ്ട്. അപ്പം 2-3 ഉള്ളത് നല്ലത്, അതൊക്കെ ക്ലോസ്ഡ് ആണ്. അങ്ങനെ അവിടുന്ന് ഫുഡ് കിട്ടിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ അറ്റ് ലാസ്റ്റ് ഫുഡ് കിട്ടി. ഇതാണ് ഗൈസ്, ഞങ്ങളുടെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതാണ്ട് ഇവള് ഭയങ്കര ഇവളെ വ്ളോഗിൽ കയറ്റുന്നില്ല. നമ്മുടെ കരയുവാ ഗൈസ്. കണ്ണാടി കൊണ്ട് കളഞ്ഞാണ്. കണ്ണാടി ലിഫ്റ്റിലുണ്ടോ? എന്റെ കണ്ണാടി കൊണ്ട് കളഞ്ഞി. എല്ലാ ലിഫ്റ്റിലും കയറിയതാ ഗൈസ്. എന്റെ സ്പെക്സ് കൊണ്ട് കളഞ്ഞോളമാര് ഇല്ല. എന്റെ സ്പെക്സ് കൊണ്ട് ഇവളെ കൊണ്ട് കളഞ്ഞത്. എന്റെ സ്പെക്സ് എന്റെ കണ്ണാടി കൊണ്ട് കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി. എൻ്റെ കണ്ണാടി മിസ്സായി ഗൈസ്. എൻ്റെ ദാണ്ട് ഇവിടെ കയ്യില്ല ഞാൻ കൊടുത്തിരുന്നത് സ്പെക്സ്. അപ്പോൾ വൈകിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തയാ. അത് കൊണ്ടുപോയി കളഞ്ഞു. അപ്പം അതിനൊരു തീരുമാനമായി. അങ്ങനെ ഇത് കൊണ്ടോ ഞാൻ മൊത്തത്തിൽ വീർത്ത്. മാംഗ്ലൂരിൽ നല്ല മുടിഞ്ഞ ചൂടാണ് ഗൈസ്. ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമാണ്. അപ്പം ഇവിടെ മഴയൊക്കെ കണ്ടിട്ട് നാളുകളായി. ഭയങ്കര ചൂടും വെയിലും. ഇതുണ്ട് ഗൈസ്, ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ്.
വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് ഗൈസ് ഞങ്ങൾ കാണിക്കുന്നത്. കുറച്ച് ഡാൻസ് വീഡിയോസും കാര്യങ്ങളും എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. മാംഗ്ലൂർ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്താണ് ഈ സ്ഥലം. എന്തോ കാർ പാർക്കിംഗ് എന്തോ സംഭവമാണ്, എന്തോ സംഭവം എന്നറിയത്തില്ല. പക്ഷെ കൊള്ളാം. ഫോൺ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോ ഞാൻ ഇത് അക്കൗണ്ടിൽ ഇട്ടേക്കാം. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് ഞാൻ പുറത്തുനിന്നൊക്കെ വന്ന് റൂമിൽ വന്ന് ഫ്രഷായി. ഇതാണ്ട് ഇപ്പം സമയം ഒരു 7 മണി ആയിക്കാണും. ഇപ്പം റൂമിൽ വന്ന് ഫ്രഷായി എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈദ് വ്ളോഗ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ വീട്ടിലല്ലാത്തതിൻ്റെ ഒരു നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. ശരിക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു വീട്ടിലല്ല. കാരണം ആദ്യമായിട്ടാണ് മാറി ഇന്ന് വീട്ടുകാരില്ലാത്തൊരു ഇതൊക്കെ ആഘോഷിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ അഡ്ജസ്റ്റഡ് ആയിരിക്കും. ഇനിയിപ്പോൾ ചിലപ്പം 4 വർഷത്തിൽ ചിലപ്പം ഒരു 3 വർഷം കൂടെ തന്നെ ആയിരിക്കും മേ ബി. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഡു സപ്പോർട്ട് മീ. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡു സപ്പോർട്ട് മീ ഗൈസ്. അപ്പം ഇനിയും വ്ളോഗുകൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.